441 ഈ ഒരു പീസ് തിന്നുന്നത്. അന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ ഞാൻ ഉണ്ടാക്കി ഞാൻ ശരിയാക്കുന്നത്. അപ്പൊ ദാ കണ്ടിട്ട് നല്ല അടിപൊളിയാണ്. എനിക്ക് ചീസ് ആകെ ഇഷ്ടം നമ്മുടെ പിസയുടെ മുകളിൽ ഇടുമ്പോഴാണ് കേട്ടോ. പക്ഷെ ചീസ് കേക്ക് ഇത്ര അടിപൊളിയായിട്ട് ഉണ്ടാക്കാന്ന് കണ്ടു. റിയലി റിയലി നൈസ്. ഒരു നേരം ഒരു പീസ് തിന്നാൽ മതി, വേറെ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ലഞ്ചോ ഒന്നും കഴിക്കരുത്. അതിൻ്റെ അകത്ത് അത്രയും കലോറി ഉണ്ട്, അത്രയും ടേസ്റ്റും ഉണ്ട്. അടിപൊളി. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾക്കൊരു എന്താ പറയാ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രാമ കാണാം. ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ മകളാണ്, പഞ്ചാബിയാണ്, മനത് സൈനി എന്നാണ്. ഓൾക്ക് ആകെ ഹിന്ദി ഇംഗ്ലീഷ് അറിയുള്ളൂ. എനിക്കും രണ്ടും മലയാളത്തിലും രണ്ടും അറിയില്ല. അപ്പൊ 2-3 ദിവസമായിട്ടാണ് നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ പലവിധ നാളുകളും നടക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും ഓൾക്ക് മനസ്സിലാവില്ല, ഓൾ എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ സച്ചുട്ടി സിത്താരയാണ് ഇടയിലുള്ള ട്രാൻസ്ലേറ്റർ. ഇന്നിപ്പോ അവർ എൻ്റെ ഒരു വീഡിയോയിൽ വരാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയാ വളരെ കോമഡി ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ, പക്ഷെ വളരെ എന്താ പറയാ അടിപൊളിയായിട്ടുള്ള 3-4 റെസിപ്പീസ് എന്ന് മനത്ത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മനത്ത് അടിപൊളി കുക്കാണ് എന്ന് മനത്തും പറയുന്നു, ഇവരൊക്കെ പറയുന്നു അല്ലേ? നല്ല കുക്കാണോ? Are you a perfect cook? Not really. Not really. അത് ഭയങ്കര അതിവിധേയമാണ്, അതൊന്നും കാര്യമില്ല. അപ്പൊ ഈ സാധനം നമുക്ക് മെൽറ്റ് ചെയ്യണം. നീഡ് ദിസ് ഫുള്ള് No. എത്ര വേണം? How? So usually if you're making for yourself or like for 2 people, you only need 6 biscuits and 1 small like packet of butter. Small packet, how many grams? Like 100 grams. this one. Okay, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ പറയുന്നത് അളവില്ലാത്തതുകൊണ്ട് നമുക്ക് അളക്കാം. I am just measure. Okay. അപ്പൊ we can transfer the butter to a small bowl. ട്ടോ, നമുക്ക് ഒരു കാര്യം മൊത്തം ഒന്നും വേണ്ട. ഓള് പറഞ്ഞു വരുമ്പോഴത്തേനും ഞാൻ വേറെ എന്തെങ്കിലും ഒക്കെ ഇത് മൊത്തം അയ്യോ ഞാൻ തന്നെ ചിരിച്ചാകുന്നു. അപ്പൊ ഇതിൽ ആവശ്യമുള്ള നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ അളന്നെടുക്കാം. ഇവർക്ക് എല്ലാം കൈക്കണക്കാണ് കേട്ടോ, നമ്മുടെ എന്താ പറയാ പെർഫെക്റ്റ് കുക്കിനെ പോലെ. പക്ഷെ നമുക്ക് എന്ത് വേണം, ഇത് വേണം. അപ്പൊ ഞാനൊരു ബൗൾ എടുത്തിട്ട് വരാം. നീ പോയി ബൗൾ എടുത്തിട്ട് പോവാം, ഞാൻ. അപ്പൊ 2 ടേബിൾ സ്പൂൺ ആശാത്തി എടുത്തു. ഇനി ഇത് എന്ത് ചെയ്യണം, ഇത് മെൽറ്റ് ആ മൈക്രോവേവ് കൊണ്ടിട്ട് മെൽറ്റ് ചെയ്തിട്ട് പോവാം. അപ്പൊ നമ്മൾ മെൽറ്റ് ചെയ്തു അല്ലേ? ഇനി ഇത് എന്ത് ചെയ്യണം? ഓക്കെ അപ്പൊ 1/2 കപ്പ് മതിയാ? നമ്മുടെ ട്രേ ഇതാണ് കേട്ടോ. അപ്പൊ 1 കപ്പ്. മന്നത്തിന് മറുപടി അല്ല, കുറച്ച് മലയാളം അറിയാം, കുറച്ച് അറിയില്ല, പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ ഈ സ്പീഡിൽ പറയുന്നത് മനസ്സിലാവും. മന്നത്തിന്റെ ഫാദർ ഒരു 5 വർഷത്തോളം തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം മനസ്സിലാവും. അത്യാവശ്യം മതിയാ? ഇനി മതി അല്ലേ? ഇനി മറ്റേ ആഡ് മോർ ബട്ടർ നീഡ് വേണ്ട, ഇത് മതി അല്ലേ? അപ്പൊ ഇത് മിക്സ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഒന്ന് എടുത്തുകൊണ്ട് തന്നാടാ മുത്തേ ഉഷാരിക്ക്. കുറച്ച് അതിന്റെ ഒരു സ്മോൾ കുറച്ച് മതി, കുറച്ച് ഇട്ടുണ്ട്. അതന്നെ നക്കണം. ബിക്കോസ് ഓൾ ഡ്യൂറിങ് കുക്കിംഗ് ഐ ഓൾവേസ് വാണ്ട് ടു ഈറ്റ് സംതിങ്. അതന്നെ ടേസ്റ്റ്. അപ്പൊ ഒന്നുമില്ലെങ്കിലും വിശക്കുമ്പോ കുറച്ച് ബട്ടറിൽ ബിസ്ക്കറ്റ് മിക്സ് ചെയ്ത് തന്നാലും ഓക്കെ. ഇനി നമ്മളൊരു ട്രേ, ഈ അടിവശം തുറക്കാൻ പറ്റുന്ന ട്രേ ആണെങ്കിൽ എളുപ്പമാണ്. ഇപ്പൊ എൻ്റെ ഒരു പഴയത് ഞാൻ ഒപ്പിച്ചതാണ്. അല്ലെങ്കിൽ ചീസ് കേക്ക് അല്ലേ, മറ്റേ കേക്കൊക്കെ നമ്മളിങ്ങനെ കമത്തി ഇടുള്ളൂ, ഇത് പറ്റില്ല. അപ്പൊ അടിവശം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇറ്റ്സ് മോർ ബെറ്റർ അല്ലേ? അല്ല ഞാൻ എന്തിനാ ഇംഗ്ലീഷ് പറയുന്നത്, ഞാൻ നിങ്ങളോട് മലയാളം പറഞ്ഞ പോലെ. ഇറ്റ്സ് ജസ്റ്റ് എ ബേസ് അല്ലേ? So that the cheesecake doesn't fall apart. We can take a little more. We don't have stuff on the edges. Okay, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ മിക്സ് ചെയ്താൽ പോരെ? അപ്പൊ അത് പോരാ. അപ്പൊ നമ്മൾ ഒരു 1/2 കപ്പും കൂടെ നീട്. അപ്പൊ ഒരു 1/2 കപ്പും കൂടെ നമ്മള് ഇടുകയാണ്. അപ്പൊ ഒന്നുമില്ല രാമൻകുട്ടി, നമുക്കൊരു 1-1.25 നമ്മൾ എടുത്തു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ പിരിപിരിന്ന് ഇരിക്കണം, എന്നിങ്ങനെ പ്രസ് ചെയ്തിരിക്കണം. അതിന്റെ പാകത്തിന് ഇട്ടാൽ മതി. It should be powdery like this. അതന്നെ. അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം നമുക്ക് വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മിൽക്ക് മെയ്ഡ് 2 കപ്പാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ ജസ്റ്റ് ഹാഫ് നിങ്ങൾ എടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കുന്ന പറയുന്നത് 2 കപ്പ് മിൽക്ക് മെയ്ഡ് എടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് നമ്മുടെ ഈ ക്രീം, വിപ്പിംഗ് ക്രീം അല്ലല്ലോ, സാധാരണ ഫ്രഷ് ക്രീം എടുക്കുക. പിന്നെ നമ്മുടെ കാരം ക്രീം ചീസ് 1/2 കപ്പ് അല്ലേ? അപ്പൊ 2 1/4 1/2 ഇതാണ് നമ്മുടെ റേഷ്യോ. ഓക്കെ, അപ്പൊ മിൽക്ക് മെയ്ഡ് 1 കപ്പ്, കണ്ടൻസ് മിൽക്ക് 1 കപ്പ്. ഇനി വി നീഡ് 1 more കപ്പ്. ഓക്കെ, ഇനി അത് ഒന്ന് ഷെയ്ക്ക് ചെയ്യും നന്നായിട്ട്. ഓക്കെ, 1/4 and 1/2. 1/4. അപ്പൊ 2 കപ്പ്, പിന്നെയും പറയണ 2 കപ്പ് മിൽക്ക് മെയ്ഡ്. ഓക്കെ, ഏതാണെന്ന് വെച്ചാൽ അതെടുത്താൽ. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ മിൽക്ക് മെയ്ഡ് ഉണ്ട്. ഇവർക്കൊന്നും അത് പറ്റൂല, അവർ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ച് പൊക്കോട്ടെ. 2 കപ്പ് മിൽക്ക് മെയ്ഡ്, 1/4 കപ്പ് മിൽക്ക് ക്രീം ആൻഡ് 1/2 കപ്പ് ക്രീം ചീസ്. ഇനി ഇത് നമ്മൾ ബീറ്റ് ചെയ്യണം അല്ലെ? ബീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൺസിസ്റ്റൻസി നോക്കും. അപ്പൊ പോരെങ്കിൽ വി ക്യാൻ ആഡ് മോർ. അപ്പൊ എല്ലാം കൂടെ നമ്മളൊന്ന് ഇടിച്ച് പരത്തി സെറ്റ് ആക്കുകയാണ്. അണിയറയിൽ ഇവിടെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
മനസ്സിലായ മിൽക്ക് മെയ്ഡ് നക്കൽ ടീംസ്. അപ്പൊ നമ്മള് ഇതിപ്പോ അടിച്ചു വന്നപ്പോ അവള് പറയുന്ന കൺസിസ്റ്റൻസി വളരെ പോരാ, കറക്റ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അറിയോ, ക്രീം ചീസ് ഒരു ഹാഫ് കപ്പും കൂടെ ഇട്ടു. ഇനി ഒന്നും കൂടെ നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റ് അറിയാം. ഓക്കെ, ഇതൊക്കെ ഒരു ഓട്ടക്കണക്കാണെന്ന് അല്ല, നമുക്ക് ഇപ്പൊ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കറക്റ്റ് കണക്ക് കിട്ടും കേട്ടോ. Now we'll take out the tin, add it in the tin, and we'll wait for it to set for 5 minutes, and then we'll put it in the oven. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം ഫോൾഡ് ചെയ്തു, സെറ്റായി, നല്ല എന്താ പറയാ വാരി തിന്നാൻ തോന്നുന്ന രീതിയിൽ നല്ല അടിപൊളി പായസം പോലെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ വേണം. ഇത് ബേക്കിംഗ് സോഡ അല്ലേ, ബേക്കിംഗ് പൗഡർ. ഓക്കെ, You can use a pinch of baking powder. ഇനി അത് കഴിഞ്ഞ് നന്നായി ഫോൾഡ് ചെയ്തു. ഇനി നമുക്ക് അത് വാനില എസൻസ് അത് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. എത്ര വേണം? 1/3 മതിയോ? അപ്പൊ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തു. ഇനി എല്ലാം ഇതിന്റെ അകത്ത് ചേർത്തു. നത്തിങ് ആഡ് മോർ, നോ, എല്ലാ ഇൻഗ്രീഡിയൻസും വീണു. ഉറപ്പല്ലേ? ആർ യു ഷുവർ? ആ, എന്നാ പിന്നെ, കാരണം ഞാൻ പലതും മറന്നു പോകും. അപ്പൊ പെങ്കൊച്ചെല്ലാം എല്ലാം ഓർത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് ഒഴിക്കുമല്ലേ. അപ്പൊ അവളിങ്ങനെ ഓരോ ലെയർ ഫ്ലാറ്റ് ആയിട്ട് ഒറ്റയടിക്ക് പ്ലക്കൊന്നും ഇടുന്നില്ല കേട്ടോ. ഒരു ലെയർ ഇട്ട് അത് നന്നായിട്ടൊന്ന് പതുക്കെ സോഫ്റ്റ് ആയിട്ട് ഫ്ലാറ്റ് ചെയ്തിട്ട് അടുത്ത ലെയർ ഇടുകയാണ്. എന്നിട്ട് ഇതിന് വി ക്യാൻ മേക്ക് ഇറ്റ്, ബേക്ക് ഇറ്റ്. എത്ര ഡിഗ്രി, എത്ര ടൈം? For 45 minutes. If you have an air fryer on 160 degrees for 45 or 20, depending on how the density is of your air fryer, you can do 160 degrees for 25 to 45 minutes. If you are baking in an oven, then 180 degrees for 30 to 45 minutes. അയ്യോ, കണ്ടിട്ട് എനിക്ക് ഫീൽ ഹംഗ്രി, ഫീൽ അമേസിംഗ്, ലുക്ക് വെരി നൈസ്. ഹൗ യു ഫീൽ? ഇറ്റ്സ് പെർഫെക്റ്റ്? It is perfect. You can put a ganache on top like this. ഓക്കെ, നമ്മള് ലക്ഷദ്വീപിൽ പോയപ്പോ ഗോവയെന്നാണ് പോയത്. ഈ ഒരു പീസ് ചീസ് കേക്കിന് അവര് 441. വെൻ വി ഈറ്റ് അറ്റ് Airport. 441. ആ 441 രൂപയായി ഈ ഒരു പീസ് തിന്നാൻ. അന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ ഞാൻ ഉണ്ടാക്കി ഞാൻ ശരിയാക്കുന്നത്. അപ്പൊ ദാ കണ്ടിട്ട് നല്ല അടിപൊളിയാണ്. അപ്പൊ ഞാനൊന്ന് ചോക്ലേറ്റ് ഇല്ലാത്തൊരു പീസ്, അല്ല ഉള്ള പീസും സ്ട്രോബെറി ഒക്കെ കൂട്ടി തിന്നാണ്. എനിക്ക് ചീസ് ആകെ ഇഷ്ടം നമ്മുടെ പിസയുടെ മുകളിൽ ഇടുമ്പോഴാണ് കേട്ടോ. പക്ഷെ ചീസ് കേക്ക് ഇത്ര അടിപൊളിയായിട്ട് ഉണ്ടാക്കാന്ന് കണ്ടു. റിയലി റിയലി നൈസ്. ഒരു നേരം ഒരു പീസ് തിന്നാൽ മതി, വേറെ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ലഞ്ചോ ഒന്നും കഴിക്കരുത്. അതിൻ്റെ അകത്ത് അത്രയും കലോറി ഉണ്ട്, അത്രയും ടേസ്റ്റും ഉണ്ട്. അടിപൊളി. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അന്ന് സച്ചേട്ടൻ ഉണ്ടാക്കുന്നതാണോ ഇഷ്ടം, മന്നത്തിന്റെ ആണോ? എനിക്കിതാ ഇഷ്ടം. ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുണ്ട്, അതിന്റെ ടെക്സ്ചർ കറക്റ്റ് ആയിട്ടുണ്ട്, ടേസ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ബേസ്റ്റ്, എന്താണ്, ബാസ്ക് ചീസ് കേക്ക്.